കരമടിച്ച് നന്ദി പറയാം. വിളിക്കാം ഈശോയെ, അങ്ങേക്ക് മഹത്വം. എൻ്റെ പേര് മേരി. ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടിയാണ് ഈ സാക്ഷ്യം എഴുതുന്നത്. വർഷങ്ങളായുള്ള എൻ്റെ മകൻ്റെ മദ്യപാനവും പുകവലിയും ഈശോ എടുത്തു മാറ്റി. ഈശോ അവനെ കൂടുതൽ ഈശോയിലേക്ക് അടുപ്പിച്ചു. ഇപ്പോൾ 1.5 വർഷത്തോളമായി അവൻ ഈശോയോട് ചേർന്ന് ജീവിക്കുന്നു. അതുപോലെ അവൻ്റെ കിഡ്നിയിൽ നിറച്ചും കല്ലുകളായിരുന്നു. 1 വർഷത്തോളം അവൻ വലിയ വേദന സഹിച്ചു. ഡോക്ടർമാർക്ക് ഓപ്പറേഷനിലൂടെ എടുത്തു കളയാൻ പോലും പറ്റാത്ത അവസ്ഥയായിരുന്നു. നല്ല ഈശോ അത്ഭുതകരമായി ഇതും മാറ്റി. 10 മാസത്തോളം ഡോക്ടർമാർ അവന് ട്യൂബ് ഇട്ടിരിക്കുകയായിരുന്നു. 10 മാസത്തിന് ശേഷം ഓപ്പറേഷന് വേണ്ടി സ്കാൻ ചെയ്തപ്പോൾ കല്ലുകളൊന്നും കാണുന്നില്ല എന്ന് പറഞ്ഞു. ഡോക്ടർമാർക്ക് വലിയ അത്ഭുതമായി. മറ്റൊന്ന്, എൻ്റെ മകൾ CBT പരീക്ഷയും ഓസ്കി പരീക്ഷയും പാസ്സായി. ഈ ആവശ്യങ്ങൾക്കെല്ലാം ഞാൻ റാപ്സനച്ചനോട് പ്രാർത്ഥനാ സഹായം ചോദിച്ചിരുന്നു. എൻ്റെ മക്കളെ അനുഗ്രഹിച്ച ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും ആവിലായിലെ അമ്മ ത്രേസ്യായിക്കും 1000 നന്ദി പറയുന്നു. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, ആദ്യം കിഡ്നി സ്റ്റോൺ അത് സ്കാൻ ചെയ്തപ്പോൾ ഓപ്പറേഷൻ പോലും ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ അത് വലിപ്പമുള്ളതാണ് എന്നതുകൊണ്ടാണ് അവർ ട്യൂബ് ഇട്ടത്. ഇത് ഓപ്പറേഷൻ ചെയ്യുന്നത് തന്നെ ഡേഞ്ചറാണ് എന്നുള്ളൊരു സ്ഥിതിയിൽ നിന്ന് അങ്ങനെ 10 മാസം ഈ ട്യൂബൊക്കെ ഇട്ട് അവസാനം ഡോക്ടർമാർ ഒരു കണക്കിന് എന്നത് സ്കാൻ ചെയ്യാമെന്ന് ഇത് ഓപ്പറേഷൻ ചെയ്യാമെന്ന് സമ്മതിച്ച് അങ്ങനെ ഓപ്പറേഷന് പോകുന്ന വഴിക്ക് ഇവർ പ്രാർത്ഥിച്ചു. ഈശോയെ, അങ്ങയുടെ കരുണയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നുവെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു കൊണ്ട് ചെന്നു. ഓപ്പറേഷന് തൊട്ട് മുമ്പുള്ള സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ ആ കല്ല് അവിടെ ഇല്ല, ഓപ്പറേഷൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് മടക്കി വിടുകയും ചെയ്തു. വലിയൊരു അത്ഭുതത്തിന് നമുക്ക് കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. ഉറക്കെ വിളിക്കാം ഈശോയേ. എൻ്റെ പേര് മോളി. എൻ്റെ സ്ഥലം അമ്പലക്കണ്ടിയാണ്. ഞാൻ ഈ സാക്ഷ്യം എഴുതുന്നത് എൻ്റെ മകൾക്ക് വേണ്ടിയാണ്. എൻ്റെ മകൾ രസ്ന ബാംഗ്ലൂരിൽ ജോലി ചെയ്യുകയാണ്. അവൾക്ക് തുടർച്ചയായി പനി വരികയും കാലിന് നീർക്കെട്ട് വരികയും ചെയ്തു. ഡോക്ടറെ കാണിച്ചപ്പോൾ കരളിൽ കൊഴുപ്പടിയുകയാണെന്ന് ഡോക്ടർ പറഞ്ഞു. തുടർന്നൊരു സ്കാനിങ്ങിനായി ഡോക്ടർ നിർദ്ദേശിച്ചു. ഞാൻ ആവിലാപ്പള്ളിയിൽ ബന്ധനായ ഈശോയോടും ആവിലായിലെ വിശുദ്ധ അമ്മ ത്രേസ്യായോടും പ്രാർത്ഥിക്കുകയും അസുഖം ഭേദമായാൽ സാക്ഷ്യം എഴുതിയിട്ടാക്കാമെന്ന് നേരുകയും ചെയ്തതിൻ്റെ ഫലമായി എൻ്റെ മകൾക്ക് അസുഖം പൂർണ്ണമായും മാറിക്കിട്ടി. ബന്ധിതനായ ഈശോയ്ക്കും മാവിലായിലെ അമ്മയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. ശക്തമായ കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. വിളിക്കാം ഈശോയേ. ഈശോയെ സ്തുതി. എൻ്റെ പേര് ലിസി. പുറവയൽ ഇടവകാംഗമാണ്. എൻ്റെ മകൾ അനുവിന് അനുയോജ്യമായ ജീവിത പങ്കാളിയെ നൽകി അനുഗ്രഹിച്ചതിന് ബന്ധിതനായ ഈശോയ്ക്ക് കോടാനുകോടി നന്ദിയും സ്തുതിയും സമർപ്പിക്കുന്നു. അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച റാപ്സനച്ചനും മധ്യസ്ഥം വഹിച്ച കർമ്മല മാതാവിനും അമ്മ ത്രേസ്യായിക്കും 1000 നന്ദി പറയുന്നു. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, ഈ വർഷത്തെ ഒക്ടോബർ 14 തീയതിയിലെ ഉരുൾ നേർച്ചയുടെ നമ്മുടെ 3 നിയോഗങ്ങളിൽ ഒന്നാണ് വിവാഹ തടസ്സം മാറുക എന്നുള്ളത്. മറ്റ് 2 നിയോഗങ്ങൾ ജോലി തടസ്സം മാറുകയും സന്താന സൗഭാഗ്യം ലഭിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് കൂടുതൽ ഈ വർഷം ആ 3 അനുഗ്രഹങ്ങൾക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. വിളിക്കാം ഈശോയേ. ഈശോയെ നന്ദി. ഈശോയെ സ്തുതി. എൻ്റെ പേര് റെമി ബിജി. വീട്ടുപേര് മുണ്ടയ്ക്കൽ, സ്ഥലം വെമ്പുവ. എൻ്റെ മകൾ സോനയ്ക്ക് ലഭിച്ച വലിയൊരു ദൈവാനുഗ്രഹം നിങ്ങളുമായി പങ്കുവയ്ക്കുന്നു. ബാംഗ്ലൂരിൽ നേഴ്സിംഗ് 2nd ഇയർ പഠിക്കുന്ന സോനയ്ക്ക് നല്ല വിജയം ലഭിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട റാപ്സനച്ചനോട് പ്രാർത്ഥനാ സഹായം ചോദിച്ചിരുന്നു. അച്ഛൻ മകൾക്ക് ഉന്നത വിജയം ലഭിക്കട്ടെ എന്ന് പറഞ്ഞു പ്രാർത്ഥിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, റിസൾട്ട് വന്നപ്പോൾ മോൾക്ക് വളരെ ഉയർന്ന മാർക്ക് ലഭിച്ചു. അവൾ പാസ്സായി. സോനയുടെ 10ാം ക്ലാസ് എക്സാം മുതൽ BSc നഴ്സിംഗ് 2nd ഇയർ എക്സാം വരെയുള്ള എല്ലാ ഫൈനൽ പരീക്ഷകൾക്കും മുമ്പ് ബഹുമാനപ്പെട്ട റാപ്സനച്ചനോട് പ്രാർത്ഥനാ സഹായം ചോദിക്കുമായിരുന്നു. അന്നു മുതൽ ഇന്ന് വരെയുള്ള എല്ലാ പരീക്ഷയ്ക്കും വളരെ ഉയർന്ന മാർക്കാണ് അവൾക്ക് ലഭിച്ചിട്ടുള്ളത്. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച ആവിലായിലെ വിശുദ്ധ അമ്മ ത്രേസ്യായിക്കും ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും എല്ലാവർക്കും വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കുന്ന ബഹുമാനപ്പെട്ട റാപ്സനച്ചനും 1000 നന്ദി പറയുന്നു. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. വിളിക്കാം ഈശോയേ. ഈശോയെ നന്ദി. ഈശോയെ സ്തുതി. എൻ്റെ പേര് ജിമി ഷിജോയി.
ഞാൻ UK വർക്ക് ചെയ്യുന്നു. എനിക്ക് UK വെച്ച് നടന്ന ഒരു നേഴ്സിംഗ് എക്സാം പാസ്സാകുന്നതിന് വേണ്ടി പ്രാർത്ഥനാ സഹായം ചോദിച്ച് ബഹുമാനപ്പെട്ട റാബ്സൺ അച്ഛന് മെസ്സേജ് അയച്ചിരുന്നു. അച്ഛൻ എല്ലാ വിജയാശംസകളും നേർന്നു പ്രാർത്ഥിച്ചു. റിസൾട്ട് വന്നപ്പോൾ ഞാൻ പാസ്സായി. എൻ്റെ പ്രാർത്ഥന കേട്ട് എന്നെ അനുഗ്രഹിച്ച ആവിലായിലെ വിശുദ്ധ അമ്മ ത്രേസ്യായിക്കും ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന റാബ്സൺ അച്ഛനും 1000 നന്ദി പറയുന്നു. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. ഉറക്കെ വിളിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. എൻ്റെ പേര് റെജീന. ഞാൻ തലശ്ശേരിയിൽ നിന്നും വരുന്നു. എനിക്ക് 2 കൊല്ലം മുമ്പ് യൂറിൻ പരമായ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഡോക്ടർമാരെ മാറി മാറി കണ്ടു. അവർക്ക് രോഗം എന്താണെന്ന് മനസ്സിലായില്ല. മോൾ ആവില പള്ളിയിൽ അച്ഛനെ കാണാൻ വന്നപ്പോൾ പ്രാർത്ഥിക്കുവാൻ അച്ഛനോട് ആവശ്യപ്പെട്ടു. അച്ഛൻ രോഗികൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന കേൾക്കുവാൻ പറഞ്ഞു. അതിനുശേഷം യൂറോളജി ഡോക്ടറെ കണ്ടു, മരുന്ന് കഴിച്ചു, രോഗം കുറഞ്ഞു. ഇപ്പോൾ ഈ സാക്ഷ്യം എഴുതാൻ താമസിച്ചതിന് ക്ഷമ ചോദിക്കുന്നു. എൻ്റെ മകൾ ആവില പള്ളിയിൽ വന്ന് കേട്ടിട്ട് എക്സാം പാസ്സാകുന്നതിന് വേണ്ടി അച്ഛനെ കണ്ട് പ്രാർത്ഥനാ സഹായം ചോദിച്ചു. എക്സാം പാസ്സാകുകയും ആ കൊല്ലം 2023 ജൂണിൽ തന്നെ ഒരു പ്രൈവറ്റ് സ്കൂളിൽ ജോലി കിട്ടുകയും ചെയ്തു. പക്ഷേ അവിടെ അവൾക്ക് ജോലി വളരെ ബുദ്ധിമുട്ടായതുകൊണ്ട് മാനസിക വിഷമം അനുഭവപ്പെട്ടു. നവംബർ മാസം തന്നെ റിസൈൻ ചെയ്ത് തിരിച്ചു പോരാൻ തയ്യാറായി. ഞാൻ ആവിലാപ്പള്ളിയിൽ വന്ന് പ്രാർത്ഥിച്ചു. പിന്നീട് അവളുടെ വിഷമങ്ങളെല്ലാം മാറിക്കിട്ടുകയും മാർച്ച് 31 അവൾ തിരിച്ചു വരികയും ചെയ്തു. എൻ്റെ മകൻ്റെ ഭാര്യ 2 വർഷമായി ഗൾഫിൽ പോയിട്ട് അവർക്കൊരു ജോലിയും ശരിയായില്ല. ആ സമയത്ത് 2 മാസം മുമ്പ് അച്ഛൻ ദുബായ്, ഷാർജ എന്ന സ്ഥലങ്ങളിൽ വരുന്നുവെന്നറിഞ്ഞ് അവർ ഷാർജയിൽ വെച്ച് അച്ഛനെ കണ്ട് പ്രാർത്ഥനാ സഹായം ചോദിച്ചു. അടുത്ത ദിവസം തന്നെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞു. അച്ഛൻ പറഞ്ഞു പ്രാർത്ഥിച്ചു. ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുവാനും പറഞ്ഞു. ജോലി കിട്ടുകയും ചെയ്തു. ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ തന്ന ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും ആവിലായിലെ അമ്മ ത്രേസ്യായിക്കും 1000 നന്ദി പറയുന്നു. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. ഉറക്കെ വിളിക്കാം. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. എൻ്റെ പേര് ഷൈനി. ഞാൻ കേളകത്ത് നിന്ന് വരുന്നു. എൻ്റെ മോൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ സാക്ഷ്യം എഴുതുന്നത്. എൻ്റെ മോൾ സൗദിയിൽ ജോലിക്കായി MOH പരീക്ഷ 2 തവണ എഴുതി. 2 തവണയും പരാജയപ്പെട്ടു. മോൾക്ക് വേണ്ടി ഞാൻ വ്യാഴാഴ്ചകൾ ഇവിടെ വന്ന് ധ്യാനം കൂടുകയും മുട്ടിൽ വലിഞ്ഞ് പ്രാർത്ഥിക്കുകയും ചെയ്തു. പരീക്ഷ ജയിക്കുവാണെങ്കിൽ ഇവിടെ സാക്ഷ്യം എഴുതിയിടാമെന്ന് നേർച്ച നേരുകയും ചെയ്തതിൻ്റെ ഫലമായി ഏപ്രിൽ 7 നടന്ന പരീക്ഷയിൽ എൻ്റെ മോൾക്ക് ഈശോ ഉന്നത വിജയം നൽകി അനുഗ്രഹിച്ചു. ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച റാബ്സൺ അച്ഛനും 1000 നന്ദി പറയുന്നുവെന്ന് ഷൈനി കേളകം. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. ഉറക്കെ വിളിക്കാം. പ്രിയപ്പെട്ടവരെ, ഈ ആലയത്തിൽ വരുന്ന എല്ലാവർക്കും നൽകപ്പെടുന്ന പ്രാർത്ഥനയാണ്. ഈശോയെ അങ്ങയുടെ കരുണയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു എന്ന പ്രാർത്ഥന. നമുക്കിപ്പോൾ കരങ്ങൾ ഉയർത്തി വീശിക്കൊണ്ട് ആ പ്രാർത്ഥന ഏറ്റുചൊല്ലാം. ഈശോയെ അങ്ങയുടെ കരുണയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. ആവിലായിലെ ശുശ്രൂഷകളിലൂടെ 1 കോടി മനുഷ്യരെ തിരുരക്തത്താൽ കഴുകണമേ. പരിശുദ്ധാത്മാവാൽ നിറയ്ക്കണമേ. പ്രേഷിതരാക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. ആമേൻ. ഈ പ്രാർത്ഥന ഇപ്പോൾ തന്നെ എല്ലാ ദിവസവും 33 പ്രാവശ്യം ചൊല്ലുന്നവർ ഒന്ന് കരമുയർത്താവോ? ഒത്തിരിയേറെ പേരുണ്ട്. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. അത് ലഭിച്ചിട്ടില്ലാത്തവർക്ക് നിങ്ങൾക്കത് സ്റ്റോളിൽ നിന്ന് ആ കോപ്പി സ്വീകരിക്കാവുന്നതാണ്. എല്ലാ ദിവസവും സാധിക്കുന്നവർ കാലത്ത് 5:30 ഒരു തിരിയൊക്കെ കത്തിച്ച് 33 പ്രാവശ്യം ആ പ്രാർത്ഥന ചൊല്ലുകയും 101 പ്രാവശ്യം ഈശോയെന്ന് വിളിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുക. മറ്റ് സമയങ്ങളിലും നിങ്ങൾക്ക് ആ പ്രാർത്ഥന ചൊല്ലാവുന്നതാണ്. വലിയൊരു അഭിഷേകം കർത്താവ് നിങ്ങൾക്ക് നൽകും എന്ന് ഉറപ്പാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് മനോജ്, സ്ഥലം ചെടിക്കുളം. എനിക്ക് കുഴൽക്കിണർ കുടിക്കുമ്പോൾ വെള്ളം കിട്ടുവാൻ താമസം വന്നു. അപ്പോൾ റാബ്സൺ അച്ഛനോട് ഫോണിൽ പ്രാർത്ഥനാ സഹായം അപേക്ഷിച്ചു. ഞങ്ങളും പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി ഞങ്ങൾക്ക് ധാരാളം വെള്ളം കിട്ടി. ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചു.
ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും ആവിലായിലെ അമ്മ ത്രേസ്യായ്ക്കും പ്രാർത്ഥിച്ച അച്ഛനും 1000 നന്ദി പറയുന്നു. കരമടിച്ച കർത്താവിന് നന്ദി പറയാം. ഈശോയേ, എൻ്റെ പേര് ലിസമ്മ. ഞാൻ അടക്കാത്തോട് ഇടവകാംഗമാണ്. എൻ്റെ മകൾ 2 വർഷമായി അബുദാബിയിൽ നഴ്സായി ജോലി ചെയ്യുകയായിരുന്നു. മാർച്ച് 30 അവളുടെ ഫോണിൽ ഒരു മെയിൽ വന്നു. ഏപ്രിൽ 27 വരെ ജോലി ചെയ്താൽ മതിയെന്ന് പറഞ്ഞ്. അതിനെപ്പറ്റി അന്വേഷിച്ചപ്പോൾ സാലറിയുടെ ചില കാരണങ്ങളാൽ 4 നേഴ്സുമാർക്കും ഒരു ഡോക്ടറെയും ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടതായി അറിയിച്ചു. അവളുടെ ഭർത്താവും ഒരു കൊച്ചും കൂടെ ഉണ്ടായിരുന്നു. 27 ദിവസത്തിനുള്ളിൽ വേറെ ജോലി കിട്ടിയില്ലെങ്കിൽ അവർ 3 പേരും അവിടെ വിസയില്ലാതെ കഷ്ടപ്പെടും. അവർക്ക് അവിടെ ലോൺ അടയ്ക്കാനുള്ളത് കൊണ്ട് നാട്ടിലേക്ക് തിരിച്ചു വരാനും സാധിക്കില്ലായിരുന്നു. അവിടെ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. 5 വ്യാഴാഴ്ച ആവിലായിൽ വന്ന് മുട്ടിൽ നീന്തി അവിടുത്തെ ശുശ്രൂഷയിൽ പങ്കെടുത്തോളാമെന്നും നേർച്ചക്കഞ്ഞിക്കായി 25 കിലോ അരി കുരിശിൻചുവട്ടിൽ വച്ചോളാമെന്നും പറഞ്ഞ് മനസ്സുരുകി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഏപ്രിൽ 24 അവൾക്ക് മറ്റൊരു ഹോസ്പിറ്റലിൽ ജോലി കിട്ടി. അവൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച കർമ്മല മാതാവിനും അമ്മ ത്രേസ്യായ്ക്കും 1000 നന്ദി അർപ്പിക്കുന്നു. കരമടിച്ച കർത്താവിന് നന്ദി പറയാം. അവർക്ക് വിളിക്കാം. ഈശോയേ, യേശുവേ നന്ദി, യേശുവേ സ്തുതി. എൻ്റെ പേര് ത്രേസ്യാമ്മ. രത്നഗിരി ഇടവകയിൽ നിന്ന് വരുന്നു. വർഷങ്ങളായി എൻ്റെ വലിയൊരാഗ്രഹമായിരുന്നു മഴയത്ത് ചോർന്നൊലിക്കാത്ത ഒരു വീട്. ഈ നിയോഗത്തിനായി ഞാൻ ആവിലായി വരികയും ബന്ധിതനായ ഈശോയുടെ മുമ്പിൽ നിയോഗം കെട്ടിയിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്തു. താമസിയാതെ എനിക്ക് വലിയൊരു കടബാധ്യതയൊന്നും വരാതെ തന്നെ ഒരു വീട് പണിയാൻ ദൈവം കൃപ നൽകി. കൂടാതെ ഒരാട്ടിൻകൂട് പണിയാനുള്ള തുക പഞ്ചായത്തിൽ നിന്ന് കിട്ടുകയും ഒരു റബ്ബർ മെഷീന് വേണ്ടിയുള്ള ലോണും പാസ്സായി കിട്ടി. എനിക്ക് ഇത്രയേറെ അനുഗ്രഹങ്ങൾ തന്ന ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും 1000 നന്ദി പറയുന്നു. കരമടിച്ച കർത്താവിന് നന്ദി പറയാം. ഈശോയേ, ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് രാജി. ഞാൻ ബാംഗ്ലൂരിൽ നിന്നും വരുന്നു. എൻ്റെ ഫ്രണ്ടിൻ്റെ ഭാര്യയുടെ ട്രീറ്റ്മെൻറ്റ് സമയത്ത് ആവില പള്ളിയിലെ ഓൺലൈൻ ധ്യാനങ്ങൾ അയച്ചു കൊടുക്കുകയും അവരും ഞങ്ങളും ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുകയും അച്ഛൻ്റെ പ്രാർത്ഥനാ സഹായം ചോദിക്കുകയും ചെയ്തിരുന്നു. ഓരോ സർജറിക്ക് മുമ്പും മെസ്സേജ് അയച്ച് പ്രാർത്ഥിച്ച് സഹായം അപേക്ഷിച്ചുകൊണ്ടിരുന്നു. അസുഖത്തിൻ്റെ 3 മേജർ സർജറിയും ഒരു കുഴപ്പമില്ലാതെ നടന്നു. അഡ്രീനൽ ഗ്ലാൻഡിൽ ഉള്ള 2 ട്യൂമർ, പിന്നെ ബ്രെയിൻ, നട്ടല് സർജറി, ഇവയെല്ലാം വിജയകരമായി നടന്നു. ഇനിയും ഈശോ പൂർണ്ണമായി സൗഖ്യം നൽകുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. റാപ്സനച്ഛൻ്റെ നിരന്തരമുള്ള പ്രാർത്ഥനയും ആവില പള്ളിയെ ഓർത്ത് ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. രോഗസൗഖ്യം നൽകുന്ന ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും ആവിലായിലെ അമ്മ ത്രേസ്യായ്ക്കും 1000 നന്ദി പറയുന്നു. കരമടിച്ച കർത്താവിന് നന്ദി പറയാം. ഈശോയേ, യേശുവേ നന്ദി, യേശുവേ സ്തുതി. എൻ്റെ പേര് അഞ്ജു. ചരളിൽ നിന്ന് വരുന്നു. ആവിലാപ്പള്ളിയിൽ വന്ന് അച്ഛനെ കണ്ട് പ്രാർത്ഥിക്കുകയും സാക്ഷ്യം എഴുതിയിടാമെന്ന് നേരുകയും നിയോഗം കെട്ടിയിടുകയും മുട്ടിൽ നീന്തി പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി ജർമ്മൻ BTUവിൻ്റെ പരീക്ഷയിൽ ഉന്നതമായ വിജയം നൽകുകയും തുടർന്ന് ജർമ്മനിയിൽ പോകുവാനുള്ള കൃപ നൽകുകയും ചെയ്തു. എന്നെ അനുഗ്രഹിച്ച ബന്ധിതനായ ഈശോയ്ക്കും അമ്മ ത്രേസ്യായ്ക്കും കർമ്മല മാതാവിനും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച റാപ്സനച്ഛനും 1 കോടി നന്ദി പറയുന്നു. കരമടിച്ച കർത്താവിന് നന്ദി പറയാം. ഈശോയേ, യേശുവേ നന്ദി, യേശുവേ സ്തുതി. എൻ്റെ പേര് ആഷ്ലി. ഞാൻ ചരളിൽ നിന്നും വരുന്നു. ആവിലാപ്പള്ളിയിൽ വന്ന് പ്രാർത്ഥിക്കുകയും നിയോഗം കെട്ടിയിടുകയും സാക്ഷ്യം എഴുതിയിടാമെന്ന് നേരുകയും ചെയ്തതിൻ്റെ ഫലമായി OET എക്സാമിന് അയർലൻഡ് സ്കോർ നൽകി ദൈവം എന്നെ അനുഗ്രഹിച്ചു. എൻ്റെ പ്രാർത്ഥന കേട്ട് എന്നെ അനുഗ്രഹിച്ച ബന്ധിതനായ ഈശോയ്ക്കും അമ്മ ത്രേസ്യായ്ക്കും കർമ്മല മാതാവിനും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച റാപ്സനച്ഛനും നന്ദി പറയുന്നു. കരമടിച്ച കർത്താവിന് നന്ദി പറയാം. ഈശോയേ, എൻ്റെ പേര് ദേവസ്യ മേമന. ഞാൻ എടപ്പുഴയിൽ നിന്ന് വരുന്നു. എൻ്റെ മകൻ്റെ ഇളയ കുട്ടി ജസ്റ്റിന് ലഭിച്ച അത്ഭുതകരമായ രോഗസൗഖ്യമാണ് ഞാനിവിടെ സാക്ഷ്യത്തിലൂടെ അറിയിക്കുന്നത്. അവന് വിട്ടുമാറാത്ത ചുമയായിരുന്നു. പല ഡോക്ടർമാരെയും കാണിച്ചു, യാതൊരു കുറവും ഉണ്ടായില്ല. കണ്ണൂർ മിമിസിൽ കാണിച്ചു, കുറവ് കിട്ടിയില്ല. അവസാനം ഞാൻ ആവിലായിലെ റാപ്സനച്ഛൻ്റെ അടുത്ത് കൊണ്ടുവന്ന് പ്രാർത്ഥനാ സഹായം അപേക്ഷിച്ചു.
അച്ഛൻ പറഞ്ഞു, ഇവൻ്റെ ശ്വാസകോശത്തിന് അല്പം നീർക്കെട്ട് കാണുന്നുണ്ട്, അതുകൊണ്ട് ഏതെങ്കിലും ഒരു നല്ല ഡോക്ടറെ കാണിക്കാൻ പറഞ്ഞു. അത് പ്രകാരം കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആസ്പത്രിയിൽ കൊണ്ടുപോയി കാണിച്ചു. അവിടെ 3 ദിവസം അഡ്മിറ്റ് ചെയ്തു. എല്ലാ ടെസ്റ്റും നടത്തി. അപ്പോൾ ഡോക്ടർമാർ പറഞ്ഞത് അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ ആയിരുന്നു. അച്ഛൻ അവൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അവൻ്റെ ചുമ നിശേഷം മാറിക്കിട്ടി. ആവിലായിലെ വിശുദ്ധ അമ്മ ത്രേസ്യയുടെ മധ്യസ്ഥതയാൽ, യേശുവിൻ്റെ അനുഗ്രഹത്താലും അച്ഛൻ്റെ പ്രാർത്ഥനയാലും ഞങ്ങൾക്ക് ലഭിച്ച ഈ വലിയ ഒരു അനുഗ്രഹത്തിന് ഈശോയ്ക്ക് ഞങ്ങൾ 1000 നന്ദി പറയുന്നു. കരമടിച്ച കർത്താവിന് നന്ദി പറയാം. ഉറക്കെ വിളിക്കാം. ഈശോയേ, അത്ഭുതങ്ങളും അടയാളങ്ങളും യേശുനാമത്തിൽ സംഭവിക്കും കാലമല്ലോ. ഉണരാ. ദൈവത്തിന് സ്തുതി. എൻ്റെ പേര് ഷേർലി. ഞാൻ ചന്ദനക്കാമ്പാറയിൽ നിന്നും വരുന്നു. ഞാൻ എൻ്റെ മകന് വേണ്ടിയാണ് ഈ സാക്ഷ്യം എഴുതുന്നത്. മകൻ ബിടെക് എഞ്ചിനീയറാണ്. അവൻ വിദേശത്ത് 2 വർഷമായി ജോലി നോക്കുകയായിരുന്നു. അവന് പെട്ടെന്ന് നാട്ടിലേക്ക് തിരിച്ചു പോരേണ്ടി വന്നു. പിന്നെ പോകാൻ സാധിച്ചില്ല. പിന്നീട് അവൻ ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുകയായിരുന്നു. ഏപ്രിൽ 18-ാം തീയതി വ്യാഴാഴ്ച ഞാൻ വന്ന് മുട്ടിലിടുകയും അവന് എത്രയും പെട്ടെന്ന് ജോലി കിട്ടുന്നതിന് വേണ്ടി ഊട്ടുനേർച്ചയ്ക്കുള്ള അരി നൽകാമെന്ന് ഞാൻ നേർന്നു. കൂടാതെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ദേവാലയത്തിലെ കൈവെപ്പ് ശുശ്രൂഷയ്ക്ക് നിന്നപ്പോൾ അച്ഛനോട് മകൻ്റെ ജോലിക്കാര്യം പറയുകയും ചെയ്തു. അത്ഭുതമെന്ന് പറയട്ടെ, 23-ാം തീയതി ഇൻ്റർവ്യൂ പാസ്സാകുകയും ബാംഗ്ലൂരിൽ ഒരു കമ്പനിയിൽ എഞ്ചിനീയറായി ജോലി ലഭിക്കുകയും ചെയ്തു. ഇത്രയും വലിയ അനുഗ്രഹം നൽകിയ ബന്ധിതനായ ഈശോയ്ക്കും അമ്മ ത്രേസ്യയ്ക്കും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച അച്ഛനും 1000 നന്ദി പറയുന്നു. കരമടിച്ച കർത്താവിന് നന്ദി പറയാം. ഉറക്കെ വിളിക്കാം. ഈശോയേ, ഈശോയ്ക്ക് 1000 നന്ദി. എൻ്റെ പേര് മോളി. വെളിമാനത്ത് നിന്ന് വരുന്നു. ഞാൻ ഈ പുണ്യാലയത്തിൽ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എൻ്റെ കുടുംബത്തിൽ ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ ലഭിച്ചു. ഇവിടെ വന്ന് നിയോഗം കെട്ടിയിട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എൻ്റെ മകന് പ്രോമെട്രി എക്സാം പാസ്സാകാൻ സാധിച്ചു. അനുജത്തിയുടെ മകൾക്ക് ജർമ്മനിയിലേക്കുള്ള പരീക്ഷ പാസ്സാകുവാനും സാധിച്ചു. എനിക്ക് വലിയ മുട്ടിൽ വേദനയായിരുന്നു. നടക്കാൻ പറ്റാത്ത ഒരവസ്ഥയായിരുന്നു. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എൻ്റെ മുട്ടിൽ വേദനയും മാറിക്കിട്ടി. ഇത്രയും അനുഗ്രഹങ്ങൾ എൻ്റെ കുടുംബത്തിന് നൽകിയ ഈശോയ്ക്കും കർമ്മല മാതാവിനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന അച്ഛനും 1000 നന്ദി പറയുന്നു. കരമടിച്ച കർത്താവിന് നന്ദി പറയാം. കരങ്ങൾ ഉയർത്തി വീശിക്കൊണ്ട് ഏറ്റിയെല്ലാം ഈശോയെ, അങ്ങയുടെ കരുണയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. ആവിലായിലെ ശുശ്രൂഷകളിലൂടെ 1 കോടി മനുഷ്യരെ രക്തത്താൽ കഴുകണമേ. പരിശുദ്ധാത്മാവാൽ നിറയ്ക്കണമേ. പ്രേക്ഷിതരാക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. എൻ്റെ പേര് സിനിയ. ഞാൻ കേളകത്തിൽ നിന്ന് വരുന്നു. എൻ്റെ ഇടതുകാലിന് വേദനയായിരുന്നു. തുടങ്ങിയിട്ട് കുറേ നാളുകളായി. പല ഡോക്ടർമാരെയും കണ്ടു മരുന്ന് മേടിച്ചു. എന്നിട്ട് ഒരു കുറവും ഉണ്ടായില്ല. എനിക്ക് മുട്ടുകുത്തുവാനോ നിലത്തിരിക്കുവാനോ പറ്റുകയില്ലായിരുന്നു. എൻ്റെ മോൾ ആവിലായിൽ വന്ന് പ്രാർത്ഥിച്ചു. എനിക്ക് സന്ധ്യയാകുമ്പോഴേക്കും കാല് നിലത്ത് പോലും കുത്താൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. എല്ലാവരോടും ഭയങ്കര അരിശവും ദേഷ്യവുമായി. മോൾ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എൻ്റെ മുട്ട് കുത്തി എനിക്ക് നിൽക്കുവാനും എൻ്റെ വേദനയും എല്ലാം പൂർണ്ണമായും മാറിക്കിട്ടി. ആവിലായിലെ ബന്ധിതനായ ഈശോയ്ക്കും അമ്മ ത്രേസ്യയ്ക്കും 1000 നന്ദി പറയുന്നു. നന്ദി പറയാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. എൻ്റെ പേര് അലീന. വീട് കുടിയാൻമല. ആവില പള്ളിയിൽ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഞാൻ പാസ്സാകില്ല എന്ന് കരുതിയ ജർമ്മൻ എക്സാം ഞാൻ പാസ്സായി. എനിക്ക് ലാംഗ്വേജ് നല്ല ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ എക്സാം എഴുതിയാൽ ഒരിക്കലും പാസ്സാകില്ല എന്ന് എൻ്റെ അധ്യാപകർ വരെ പറഞ്ഞു. അതെന്നെ ഒരുപാട് തളർത്തിക്കളഞ്ഞു. അപ്പോഴൊക്കെ ഞാൻ ഈശോയെ, ഞാൻ അങ്ങയുടെ കരുണയിൽ ആശ്രയിക്കുന്നു എന്ന പ്രാർത്ഥന മുടങ്ങാതെ ചെല്ലുമായിരുന്നു. എല്ലാവരും എന്നെ തള്ളിപ്പറഞ്ഞിട്ട് ഞാൻ എക്സാം എഴുതി. ഞാൻ തോറ്റുപോകുമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ എൻ്റെ അമ്മ പറയും, എനിക്ക് വിശ്വാസമുണ്ട്, നിൻ്റെ കാര്യത്തിൽ അത്ഭുതം എന്തെങ്കിലും നടക്കും. ആവിലായിലെ അമ്മ നിന്നെ കൈവിടില്ല എന്ന്. അത്ഭുതമെന്ന് പറയട്ടെ, റിസൾട്ട് വന്നപ്പോൾ
ഫുൾ മൊഡ്യൂൾസ് നല്ല മാർക്ക് കിട്ടി പാസ്സായി. ഇപ്പോൾ ജർമ്മനിയിൽ നിന്നുള്ള ഇൻ്റർവ്യൂവും ഫസ്റ്റ് റൗണ്ടിൽ തന്നെ ഞാൻ പാസ്സായി. അതുപോലെ തന്നെ എൻ്റെ ഫ്രണ്ടിൻ്റെ പാപ്പയ്ക്ക് എറണാകുളത്ത് വെച്ചൊരു വലിയ ആക്സിഡൻ്റ് ഉണ്ടായി. 8 ദിവസം അദ്ദേഹം വെന്റിലേറ്ററിൽ കിടന്നു. മരിച്ചു പോകുമെന്നാണ് കരുതിയത്. രക്ഷപ്പെടണമെങ്കിൽ സർജറി ചെയ്യണമെന്നും പറഞ്ഞു. മിനിമം 15 ലക്ഷം രൂപയെങ്കിലും ആകുമായിരുന്നു. ഒരുപാട് ഫിനാൻഷ്യൽ പ്രോബ്ലംസ് അവർക്കുള്ളതിനാൽ അത്രയും പൈസ അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഞാൻ അവർക്ക് വേണ്ടി ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. പപ്പ രക്ഷപ്പെട്ടാൽ സാക്ഷ്യം എഴുതിയിടാമെന്ന് നേർന്നു. ഈശോയെ, അങ്ങയുടെ കരുണയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു എന്ന പ്രാർത്ഥന ഞാൻ ഫ്രണ്ടിന് അയച്ചു കൊടുത്തു. അവളത് മുടങ്ങാതെ ചൊല്ലി പ്രാർത്ഥിച്ചു. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, പപ്പായെ വെന്റിലേറ്ററിൽ ഇനി കിടത്തേണ്ട, ICUവിലേക്ക് മാറ്റാം, പിന്നെ സർജറിയുടെ ആവശ്യവുമില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾക്കത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. കാരണം മരിച്ചു പോകുമെന്ന് കരുതിയിരുന്ന പപ്പ തിരിച്ചു വന്നു. ഇത്രയും വലിയ അനുഗ്രഹം തന്ന് ഞങ്ങളെ അനുഗ്രഹിച്ച ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന റാപ്സനച്ചനും 1000 നന്ദി പറയുന്നു. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. ഉറക്കെ വിളിക്കാം, ഈശോയേ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് സൗമ്യ, സ്ഥലം കേളകം. കുവൈറ്റിലേക്ക് ജോലിക്ക് പോകാൻ വേണ്ടി പരിശ്രമിച്ച എനിക്ക് തുടക്കം മുതൽ തടസ്സങ്ങളായിരുന്നു. ആദ്യം മെഡിക്കൽ പരാജയപ്പെട്ടു. മെഡിക്കൽ വിജയിച്ചാൽ ഞാൻ ആവിലായിൽ വന്ന് പ്രാർത്ഥിച്ചോളാമെന്ന് നേർന്നു. 2ാമത്തെ മെഡിക്കൽ വിജയിക്കാൻ സാധിച്ചു. പിന്നീട് സ്റ്റാമ്പിങ് സമയത്ത് തടസ്സം വന്നു. അപ്പോൾ റാപ്സനച്ചനെ കണ്ടു. അച്ഛൻ പറഞ്ഞു, തടസ്സങ്ങളെല്ലാം മാറ്റി എനിക്ക് അവിടെ ജോലി ചെയ്യാൻ സാധിക്കുമെന്ന്. 2024 ജനുവരി 25 ഞാൻ കുവൈറ്റിലേക്ക് പോവുകയും 10 ദിവസം കഴിഞ്ഞ് എനിക്ക് അവിടെ ജോലി ലഭിക്കുകയും ചെയ്തു. തുടക്കത്തിൽ ഭാഷാ പ്രശ്നം നേരിട്ടെങ്കിലും ആവിലായിലെ അമ്മയുടെ കാരുണ്യത്താൽ എനിക്ക് അതിനെ അതിജീവിക്കാൻ കഴിഞ്ഞു. തുടർച്ചയായി എനിക്ക് ജോലി ലഭിക്കാൻ വേണ്ടി ഇപ്പോഴും ഞാൻ ആവിലായിലെ അമ്മയോട് പ്രാർത്ഥിക്കും. വിശുദ്ധ അമ്മ ത്രേസ്യായിക്കും കർമ്മല മാതാവിനും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച റാപ്സനച്ചനും എൻ്റെ തടസ്സങ്ങളെല്ലാം നീക്കി എനിക്ക് ജോലി തന്ന ബന്ധിതനായ ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. ഉറക്കെ വിളിക്കാം, ഈശോയേ. യാചിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതെന്തും നിങ്ങൾക്ക് ലഭിക്കുമെന്ന് വിശ്വസിക്കുകയും ലഭിക്കുക തന്നെ ചെയ്യും. എൻ്റെ പേര് മോളി. ഞാൻ ചെട്ടിയാമ്പറമ്പ് ഇടവകയിൽ നിന്നും വരുന്നു. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ദൈവം തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാനാണ് ഈ സാക്ഷ്യം എഴുതുന്നത്. എൻ്റെ മകൾ കാനഡയിൽ ഭർത്താവും ഒന്നിച്ച് ജീവിക്കുന്നു. അവിടെ ചെന്നതിന് ശേഷം അവൾക്കൊരു ജോലിയില്ലാതെ ഒരുപാട് വിഷമിച്ചു. ഒരു കാര്യം പറഞ്ഞ് ഞാൻ അച്ഛനെ കണ്ട് പ്രാർത്ഥന ചോദിച്ചിരുന്നു. അതിൻ്റെ ഫലമായി നാട്ടിൽ ബാങ്ക് ജോലി ചെയ്തിരുന്ന അവൾക്ക് അത്ഭുതകരമെന്ന് പറയട്ടെ, ഈശോ ഇടപെട്ട് കാനഡയിലും നല്ലൊരു ബാങ്കിൽ ജോലി നൽകി അനുഗ്രഹിച്ചു. എൻ്റെ മകൻ വിദേശത്ത് പഠിക്കാൻ പോകാനായി വിസയ്ക്ക് കൊടുത്തിട്ട് ഒരുപാട് തടസ്സങ്ങളായിരുന്നു. അവൻ വന്ന് അച്ഛനെ കണ്ട് പ്രാർത്ഥനാ സഹായം ചോദിച്ചു. ഈശോയുടെ മുമ്പിൽ കെട്ടിയിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി അവന് വിസ ലഭിച്ചു. മെയ് 3 അവൻ ഓസ്ട്രേലിയയിലേക്ക് പഠിക്കാൻ പോവുകയാണ്. ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും ആവിലായിലെ അമ്മ ത്രേസ്യായിക്കും 1000 നന്ദി അർപ്പിക്കുന്നു. കരമടിച്ച കർത്താവിന് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ അത് എത്ര നീണ്ടതാണെങ്കിലും അത് നിങ്ങൾക്ക് ബന്ധിതനായ ഈശോയുടെ തിരുസ്വരൂപത്തോട് ചേർത്ത് കെട്ടിയിടാവുന്നതാണ്. നിങ്ങൾക്ക് ഒരു നിയോഗം തന്നെ അത് സാധിച്ചു കിട്ടുന്നതുവരെ ഓരോ വ്യാഴാഴ്ചയും വരുമ്പോൾ എഴുതി കൊണ്ടുവന്ന് കെട്ടിയിടാവുന്നതാണ്. അതുപോലെ തന്നെ റോഡരികിലുള്ള കുരിശിൻ്റെ അടുത്ത് ചെന്ന് കുരിശിൽ കൈവച്ച് നിങ്ങളുടെ നിയോഗങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിച്ച് മുട്ടയിൽ വലിഞ്ഞ് പ്രാർത്ഥിക്കാവുന്നതാണ്. ഓരോ പ്രാവശ്യവും നിങ്ങൾക്ക് ഇവിടെ വരുമ്പോൾ മുട്ടയിൽ വലിഞ്ഞ് പ്രാർത്ഥിക്കാവുന്നതാണ്. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം, ഇരിക്കാം. ഞാൻ മോന് വേണ്ടി സാക്ഷ്യം പറയാനാണ് ഇവിടെ നിൽക്കുന്നത്. ഇതിനു മുമ്പ് മോൻ്റെ തൈറോയ്ഡ് രോഗം സുഖപ്പെടുത്തിയതിനും നടക്കാനാവാതിരുന്ന എനിക്ക് നടക്കാനുള്ള അനുഗ്രഹം നൽകിയതിനും നന്ദി പറയാൻ വേണ്ടി ഇവിടെ നിന്നിട്ടുണ്ടായിരുന്നു. മോന് ഈ കഴിഞ്ഞ ഇടയ്ക്ക് കുറച്ച് ശാരീരിക അസ്വസ്ഥതകളെ തുടർന്ന് ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്തു. അപ്പോൾ അതിൽ ബിലറൂബിൻ, SUT, SGPT അങ്ങനെ കുറേ ഘടകങ്ങൾ അപകടകരമായ രീതിയിൽ ഉയർന്നതായിരുന്നു. അതുകൂടാതെ മോൻ്റെ ഭാവി തന്നെ ഇരുളടയ്ക്കുന്ന രീതിയിലുള്ള
ഒരു ബ്ലഡിലെ കൗണ്ട് വളരെ ഉയർന്ന നിലയിലായിരുന്നു. അപ്പോൾ അത് കണ്ട് ഞങ്ങൾ അന്ന് ഇവിടെ ബുധനാഴ്ച വൈകുന്നേരം യേശുനാമ ജപത്തിൽ പങ്കെടുത്തു. അച്ഛനോട് അച്ഛൻ്റെ പ്രാർത്ഥനാ സഹായം അപേക്ഷിച്ചു. അച്ഛൻ പ്രാർത്ഥിച്ചു, സുഖപ്പെടുമെന്ന് പറഞ്ഞു. പിറ്റേന്ന് വ്യാഴാഴ്ച ചേച്ചി ഇവിടെ വന്ന് നിയോഗം എഴുതിയിട്ട് പ്രാർത്ഥിച്ചു. അന്ന് വൈകുന്നേരം റീടെസ്റ്റ് റിസൾട്ട് വന്നു. മോന് ഒരു കുഴപ്പവും ഇല്ല, ആ ബ്ലഡ് ടെസ്റ്റ് തെറ്റിയതായിരുന്നു എന്നും പറഞ്ഞിട്ട് ഇപ്പം മോന് ഒരു കുഴപ്പവും ഇല്ല. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച റാപ്സൻ അച്ഛനും അച്ഛനിലൂടെ പ്രവർത്തിച്ച ഞങ്ങളുടെ ഈശോയ്ക്കും നന്ദി പറയുന്നു. നമുക്ക് കർത്താവിന് കരമടിച്ച് നന്ദി പറയാം. അത്ഭുതങ്ങളും അടയാളങ്ങളും യേശുനാമത്തിൽ സംഭവിക്കും കാലമല്ലോ. ഉണരാം ഉണരാം ഉണരാം. എൻ്റെ പേര് എമിൽ എന്നാണ്, നടുവിൽ നിന്നാണ് വരുന്നത്. അപ്പം ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 3 വർഷമായിട്ട് ഞങ്ങൾക്കൊരു കുട്ടി ഉണ്ടായിരുന്നില്ല. അപ്പം അത് ഇൻ്റർകാസ്റ്റ് മാരേജും കൂടിയായിരുന്നു. അത് കഴിഞ്ഞ് 3 വർഷമായിട്ട് ഇങ്ങനെ ബുദ്ധിമുട്ട് വന്ന് ഞങ്ങൾ അച്ഛൻ്റെ അടുത്ത് വന്നു, പ്രാർത്ഥിച്ചു. ഞങ്ങൾ വന്നത് ഡിസംബർ 12-നാണ്. കൃത്യം ഒരു മാസം ജനുവരി 12-ന് ആള് പ്രഗ്നൻ്റ് ആണെന്ന് അറിയുന്നു. ഒരുപാട് സന്തോഷമുണ്ട്. അതുപോലെ ആ കുട്ടിയായിട്ടോ ഇത് എനിക്ക് പിന്നീട് തടസ്സങ്ങൾ ഒരുപാടായിരുന്നു വന്നിട്ട് ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ. ദൈവാനുഗ്രഹത്താൽ ഇപ്പോഴാണ് പറ്റുന്നത്. ആദ്യം അതിന് ക്ഷമ ചോദിക്കുന്നുണ്ട്. പിന്നെ മിടുക്കിയ ഒരു കുട്ടിയെ ഞങ്ങൾക്ക് തന്നു. അതുപോലെ കുട്ടിയുടെ അമ്മ ഇപ്പോൾ ഇവിടെ ഇല്ല. ഒരു ജോലി ഇപ്പോൾ അയർലൻഡിൽ ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ അയർലൻഡിൽ പോയി ദൈവാനുഗ്രഹത്താൽ ഇപ്പം 4 മാസമായിട്ടുണ്ട്. ഇപ്പോൾ അയർലൻഡിൽ ജോലിക്ക് കയറിയിട്ടുണ്ട്. അതെല്ലാം ഇവിടെ വന്ന് പ്രാർത്ഥനയുടെ ഫലം ആണ്. അതുപോലെ അച്ഛൻ്റെ പ്രാർത്ഥനയും അതുപോലെ നമ്മുടെ അവിലായിൽ അമ്മയുടെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു അനുഗ്രഹം ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. 2021 ഡിസംബറിൽ വന്നു. 20 ഡിസംബറിൽ കോവിഡിൻ്റെ ഒക്കെ ആ വർഷം ഡിസംബറിൽ വന്നു. 21 ജനുവരിയിൽ കൺസീവ്ഡായി. അപ്പോൾ 21 ഡിസംബറിന് മുമ്പ്, അതായത് 20 ഡിസംബറിൽ വന്നു, 21 ഡിസംബറിൽ ക്രിസ്മസിന് മുമ്പ് കർത്താവ് കുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചു. കർത്താവിന് കരമടിച്ച് നന്ദി പറയാം. ഉറക്കെ വിളിക്കാം, ഈശോയേ. വിളിച്ചോ, ഈശോയെ എന്ന് വിളിച്ചോ. അത്ഭുതങ്ങളും അടയാളങ്ങളും യേശുനാമത്തിൽ സംഭവിക്കും കാലമല്ലോ. ഉണരാം ഉണരാം ഉണരാം. പ്രൈസ് പ്രൈസ്. പാരട്ടയിൽ നിന്ന് വരുന്നു. എൻ്റെ പേര് കാർത്തിയായനി. എൻ്റെ മോളി പാടും പറഞ്ഞു പാണ്ടാണ്. അത് കേട്ടപ്പോൾ ഇവിടെ പ്രാർത്ഥിച്ചു. ഞാൻ മനസ്സിൽ കണക്കാക്കിയത്. പ്രിയപ്പെട്ടവരെ, കാർത്തിയാനി എന്നാണ് ഈ അമ്മച്ചിയുടെ പേര്. പേരട്ടയിലാണ് വീട്. മുഖത്ത് ഒരു അപകടകരമായ രീതിയിൽ ഒരു പാണ്ട് ഇവിടെ മുഖത്ത് വരികയും പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി അത് അത്ഭുതകരമായി സൗഖ്യപ്പെട്ടത് സാക്ഷ്യം പറയാനാണ് ഈ അമ്മച്ചി വളരെ പ്രയാസപ്പെട്ട് അങ്ങോട്ട് കയറി വന്നത്. നമുക്ക് കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. ഉറക്കെ വിളിക്കാം, ഈശോയേ.
ഈശോയെ സ്തുതി, ഈശോയെ നന്ദി. എൻ്റെ പേര് ഡെയ്സി, വീർപ്പാടാണ് വീട്. 1 വർഷത്തോളമായി ഞാൻ കാലിനൊരു മുട്ടുവേദനയായിട്ട് കഷ്ടപ്പെടുമായിരുന്നു. ഒത്തിരി സ്ഥലങ്ങളിൽ കണ്ണൂർ ജില്ലയിലുള്ള ആശുപത്രികളിലെല്ലാം കയറി ഇറങ്ങി ഒരു സൗഖ്യവും ഉണ്ടായില്ല. മുട്ടിന് 2 ഭാഗത്തേക്ക് നീരായിരുന്നു. ഇപ്പോൾ ഇവിടെ വന്ന് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു പോയി സാക്ഷ്യം പറയണമെന്നാണ് ആദ്യം തന്നെ പറഞ്ഞത്. അപ്പോഴൊന്നും എനിക്കൊരു വേദന കൊണ്ട് അനങ്ങത്തില്ല, ഞാൻ സമ്മതിച്ചു. പക്ഷേ കണ്ണൂരിൽ നിന്നൊക്കെ മാറി മിംസിലൊക്കെ പോയി, എന്നിട്ടും ഒന്നും എക്സ്റേ എടുത്തു, MRI ചെയ്തു, CT സ്കാൻ ചെയ്തു, അന്നേരം ഒന്നും കാര്യമായി കാണുന്നില്ല. മസിൽ വലിഞ്ഞു പോയി എന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ കുറേ ചികിത്സ ചെയ്ത് ഞാൻ കിടപ്പിലായിപ്പോയി. 4 മാസത്തോളം വീട്ടിൽ നിന്ന് വടി കുത്തിയിട്ടൊക്കെയാണ് നടന്നുകൊണ്ടിരുന്നത്. പിന്നെ പള്ളിയിൽ ഇങ്ങോട്ട് ഞാൻ ഇടയ്ക്ക് വരുമ്പോഴും കാലിനൊരു ബെൽറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, വലിയൊരു താഴെ വരെ ഇടുന്ന ഒരു സംഭവമൊക്കെ ഇട്ടിട്ട് വലിച്ചു കെട്ടി വന്നുകൊണ്ടിരുന്നത്. പക്ഷേ എൻ്റെ ഭർത്താവ്, ഞാൻ ഹിന്ദുവാണ്, അദ്ദേഹത്തിന് ഭയങ്കര വിശ്വാസമാണ്. നീ ആവിലപ്പള്ളിയിൽ ഈശോയെ തന്നെ പോയി പറഞ്ഞാൽ മതി, വേറെ എവിടെയും പോകണ്ടെന്ന് പറയും. പക്ഷേ എല്ലാ കാര്യവും എനിക്ക് അവർ ചെയ്തു തരുമായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര മാനസികമായ ഒരു വിഷമത്തിലെത്തി. ഇത് രോഗമാണോ അപകടമാണോ ഒന്നും അറിയത്തില്ലാത്തൊരു വിഷമത്തിൽ. അങ്ങനെ ഞാൻ ഒക്ടോബർ മാസത്തിൽ പിന്നെ മംഗലാപുരത്ത് പോയി. പെട്ടെന്ന് തോന്നിയൊരു തോന്നലിൽ അങ്ങനെ പോയി. എൻ്റെ ആൻറ്റിയുടെ ഒരു നാത്തൂനുണ്ടായിരുന്നു, അവരങ്ങനെ എന്നെ കൂട്ടി തേജസ്വിനി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടുന്ന് CT സ്കാനും ചെയ്തു, MRI ചെയ്തു, എല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ മുട്ടുചട്ടയുടെ ഉള്ളിലുള്ള നമ്മുടെ ആ കാലിൻ്റെ ബുഷ് ബോൾ പൊട്ടിയിട്ട് 80% പൊട്ടി തകർന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഡോക്ടറിനോട് ചോദിച്ചു എങ്ങനെയാണ് നിങ്ങൾ വന്നതെന്ന്. ഞങ്ങൾ ട്രെയിനാന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് വിശ്വസിക്കാനേ കഴിഞ്ഞില്ല. പിന്നെ അവിടുന്ന് അന്ന് ഞങ്ങൾക്ക് ബെൽറ്റൊക്കെ ഇട്ട് മുറുക്കി വിട്ടു, ഓപ്പറേഷൻ തീരുമാനിച്ചു. ഓപ്പറേഷത്തിന് ഓരോ മാസവും ഞാൻ ഡേറ്റ് മാറ്റിക്കൊണ്ടേയിരുന്നു. 2 ലക്ഷം രൂപ അവിടെ അടയ്ക്കണം, 2 പേര് കൂട്ടത്തിൽ അവിടെ നിൽക്കണം 15 ദിവസം, അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടിയിൽ യാത്ര ചെയ്യണം, ആംബുലൻസിൽ. വീട്ടിൽ വന്നിട്ട് 6 മാസം കിടക്കണം. എനിക്കിതിനൊന്നും കഴിയാത്തത് കൊണ്ട് ഞാൻ എല്ലാ മാസം കാണിക്കാൻ പോകും. അപ്പോഴൊക്കെ ഓരോ ഡേറ്റ് മാറ്റി മാറ്റി സ്കൂൾ അവധി വരെയും വെച്ചു. അങ്ങനെ വീണ്ടും ഞാൻ അച്ഛൻ്റെ അടുത്ത് കഴിഞ്ഞ ഫെബ്രുവരി മാസം ലാസ്റ്റ് വന്നു. അപ്പോൾ അച്ഛനോട് പറഞ്ഞു, ചേച്ചി ഈശോ എല്ലാം കാണുന്നുണ്ട്, ഒന്നും കൂടി പോയിട്ട് വാന്ന് പറഞ്ഞു. അപ്പോഴൊക്കെ എനിക്ക് ഈ തുട വരെയുള്ള ബെൽറ്റ് താഴെ വരെയായിരുന്നു, വലിയ കവർ പോലെ 2-3 എണ്ണം വലിച്ചു കെട്ടിയിട്ട് നടക്കാനും പറ്റുമല്ലോ, ഒന്നും പറ്റാത്തൊരവസ്ഥയായിരുന്നു, പറഞ്ഞറിയിക്കാനത് പറ്റിയല്ല. പക്ഷേ എങ്കിൽ ഇവിടെ വന്ന് അച്ഛൻ പറഞ്ഞ ശേഷം എനിക്കൊരു അവിടെ നിന്ന് മുട്ടിൻ്റെ ബോൾ പൊട്ടിയെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് സമാധാനം കിട്ടി. രോഗമൊന്നും അല്ലല്ലോ, ഒരു അപകടമല്ലേന്ന് ആ ഒരു ആശ്വാസത്തിൽ ഞാൻ എപ്പോഴും തന്നെ ഓട്ടോയിൽ വരും. താഴെ ഈശോയുടെ ആ തണുപ്പിൽ വന്ന് കയറി ഇങ്ങനെ വലിഞ്ഞ് നടന്നിട്ട് വീട്ടിലേക്ക് പോകുന്നൊരവസ്ഥയായിരുന്നു, എനിക്ക് നടക്കത്തില്ലാത്തത് കൊണ്ട്. പിന്നെ അച്ഛനെ കണ്ട ശേഷം ഒന്നും കൂടി ഞാൻ ആ മംഗലാപുരം പോയി. ഓപ്പറേഷത്തിൻ്റെ ഡേറ്റൊക്കെ എല്ലാവരും കൂടി തീരുമാനിച്ചു. പക്ഷെ ഞാൻ മനസ്സുകൊണ്ട് തീരുമാനിച്ചിരുന്നില്ല, അവരെല്ലാവരും തീരുമാനിച്ചു. എൻ്റെ വീട്ടുകാർ പൈസയല്ല എവിടെ നിന്നൊക്കെയോ കടമൊക്കെ കണ്ടെത്തി ചെയ്യാനുള്ള തീരുമാനം ഉറപ്പിച്ചു. അപ്പോൾ ആ സമയത്താണ് നമുക്കിവിടെ മാർച്ച് മാസത്തിൽ 40 മണിക്കൂർ ആരാധന നടക്കുന്നത്. എൻ്റെ അമ്മ പെട്ടെന്ന് ഒരു സുഖമില്ലാതെ വീണു, പരിയാരം മെഡിക്കൽ കോളേജിലായി. അപ്പോൾ എൻ്റെ അമ്മേനെ നോക്കണം, എനിക്ക് കാലുമില്ല, എന്ത് ചെയ്യുമെന്നുള്ള വിഷമത്തിൽ ഞാൻ അന്ന് ഒരു വെള്ളിയാഴ്ചയായിരുന്നു, ഇവിടെ തീരുന്നതിൻ്റെ തലേ ദിവസം ഞാൻ ആ പരിയാരത്ത് വെളുപ്പിന് പോയി. ഇവിടെ 3 മണിക്ക് ഇറങ്ങി എങ്ങനെ പള്ളിക്കകത്തെത്തി. അന്ന് എനിക്ക് 1 മണിക്കൂറെങ്കിലും ആരാധന കൂടെന്നുള്ള ആഗ്രഹമായിരുന്നു. ഇവിടെ വന്ന് പള്ളിക്കകത്ത് ഇവിടെ ഇരുന്നപ്പോൾ എനിക്ക് ഇരിക്കത്തില്ല, നിന്നു താഴെ ഇരുന്നു, കാൽ നീട്ടി വെക്കണമല്ലോ. അങ്ങനെ കഷ്ടപ്പെട്ട് പിന്നെ ഞാൻ പുറത്ത് പോയി എങ്ങനെയൊക്കെയോ ആ സൈഡിൽ വന്നിരുന്നു. 9 മണി എത്തുന്ന സമയത്തെ ആരാധന നടക്കുന്ന സമയം ഞാൻ വിചാരിച്ചു, എൻ്റെ ഈശോയെ എനിക്കൊന്നും പറ്റുന്നില്ല. ഒരു കസേര കാല് പൊക്കി വെച്ചിട്ട് വിശുദ്ധ കുർബാനയുടെ മുമ്പിലിരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഒരുതരം വേദനയായിരുന്നു. അന്നേരം എനിക്കത് സഹിക്കാൻ കഴിഞ്ഞില്ല. ആ ഒരു നിമിഷത്തിൽ എൻ്റെ കാലിൻ്റെ ഉള്ളംകാലേന്നൊരു നൂല് പോലത്തെ ഒരു സ്പാർക്ക് ഇങ്ങനെ വരുന്ന എനിക്ക് തോന്നി. പെട്ടെന്ന് ഞാൻ ഈ സംഭവങ്ങളെല്ലാം ഉണ്ടെന്ന് അറിയാതെ ചാടി ഇവിടെ എഴുന്നേറ്റ് നിന്നു. അവിടെ എഴുന്നേറ്റിട്ട് എനിക്ക് പിന്നെ ഒന്നും തിരിയാൻ, ഞാനതൊരു കോളത്തിൽപ്പെട്ട പോലെയായിരുന്നു എൻ്റെ അനുഭവം. അങ്ങനെ നിൽക്കുന്ന സമയത്ത് തന്നെ ഞാൻ ആ എല്ലാ പന്തം പോലെ നിൽക്കുന്ന സാധനത്തോടെ മുട്ടുകുത്തി. അപ്പം മടങ്ങുന്നില്ലായിരുന്നു, എങ്കിലും മുട്ടുകുത്തി കഴിയുമ്പോൾ ഈ ബെൽറ്റ് ഇവിടെ തന്നെത്താനെ അങ്ങ് പൊട്ടി വന്നു. ചുരിദാറിൻ്റെ അകത്തുനിന്ന് എനിക്കിത് അഴിക്കാൻ പറ്റുന്നില്ലല്ലോ. എനിക്ക് അപ്പം ബോധ്യം വന്നു എൻ്റെ മുട്ടിൻ്റെ ബോളെല്ലാം ശരിയാകുന്നുണ്ട്, എനിക്കിനി ഓപ്പറേഷനൊന്നും ആവശ്യമില്ലാന്ന്. അങ്ങനെ ഞാൻ അന്ന് ജപമാല റാലി താഴെ പരിഹാര പ്രദർശനം വരുന്നതിന് മുമ്പ് അച്ഛനോട് പറഞ്ഞു, ഇവിടെ ഇറങ്ങി. അച്ഛൻ പറഞ്ഞു അങ്ങോട്ട് വന്ന് ഇങ്ങനെ കാണിച്ചാൽ പറഞ്ഞു. എൻ്റെ അച്ഛൻ എന്നെ രാവിലെ മുതൽ കഷ്ടപ്പെട്ടു, എൻ്റെ അമ്മ ആശുപത്രിയിൽ, എനിക്കൊന്ന് വീട്ടിലേക്ക് പോയാൽ മതി. അപ്പം പക്ഷേ അച്ഛൻ ഇവിടെ നിന്ന് എന്നെ മാത്രം ബ്ലസ് ചെയ്തു. ഞാൻ അതോടെ ഇറങ്ങി വീട്ടിലേക്ക് പോയി. ഒരു ഓട്ടോ വിളിക്കാനും കണ്ടില്ല, രാത്രിയായിട്ട് ഭയങ്കര കഷ്ടമായിരുന്നു അന്ന് ഞാൻ അനുഭവിച്ചത്. അപ്പോൾ ഒരു ഓട്ടോക്കാരൊന്നും നിർത്തിയില്ല. ഈ വാതൊക്കെ കുറേ ഓട്ടോ ഉണ്ടായിരുന്നു, ആരും വിളിച്ചിട്ട് വന്നില്ല. എനിക്ക് വീർപ്പാടെത്തണ്ടേ, 9 മണി കഴിഞ്ഞു, 9:30 ആകാറായി. അപ്പോൾ ഞാനിങ്ങനെ കഷ്ടപ്പെട്ട് വലിച്ച് അവിടെ എത്തി.
അവിടെ എത്തുമ്പോൾ ഒരു ഓട്ടോ ഓടി മുന്നിൽ വന്ന് നിന്നിട്ട് ഞാൻ ചോദിച്ചു എന്നെ ഒന്ന് വീർപ്പാട് കൊണ്ടുവിടുമെന്ന്. ആ മനുഷ്യൻ എന്നെ വീർപ്പാട് കൊണ്ടുവിട്ട് വെറും 60 രൂപയെ വാങ്ങിയുള്ളൂ. 150 രൂപയാകും എൻ്റെ വീടിനവിടെ എത്തുമ്പോൾ. അത് കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തിയ പാടെ ഈ ബെൽറ്റ് അഴിച്ചു. ബെൽറ്റും കവറും എല്ലാം അഴിച്ചു. എനിക്ക് പിന്നെ ഇന്ന് വരെ ഞാൻ ബെൽറ്റ് ഇട്ടില്ല. എനിക്ക് ഓപ്പറേഷൻ ആവശ്യമില്ല. ഇപ്പോൾ അവിടെ ഒരു ക്രാക്ക് മാത്രം വന്നേന്നാണ് പറയുന്നത്. പിന്നെ MRI ചെയ്തപ്പം ഇതിനെല്ലാം എൻ്റെ ജീവിതം കൊണ്ട് ജീവനം കൊണ്ട് ഞാൻ എൻ്റെ ഈശോയ്ക്കും അമ്മ മാതാവിനും പറഞ്ഞറിയിക്കാൻ കഴിയുന്നില്ല. അതേ അവസ്ഥയിൽ കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. കയ്യിൽ വടിയും കാലിൽ ബെൽറ്റുമായിട്ട് വലിഞ്ഞു നടന്നുകൊണ്ടിരുന്നതാണ് കർത്താവ്. വീണ്ടും അതായത് ബോള് പൊടിഞ്ഞിരുന്നു എന്നതിൻ്റെ മെഡിക്കൽ റിപ്പോർട്ടുകളുണ്ട്. ഇപ്പോൾ അതിനുശേഷം വീണ്ടും MRI തന്നെ ചെയ്തു. ഇപ്പോൾ ഒരു സ്കാറ് മാത്രമുള്ളൂ. പൊടിഞ്ഞ ഇതൊന്നും അവിടെ ഇല്ല. പൊടിഞ്ഞിരുന്ന ബോളിന് പകരം പൊടിയാത്ത ബോള് കർത്താവ് വെച്ചു കൊടുത്തു. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. ഉറക്കെ വിളിക്കാം, ഈശോയേ. പ്രിയപ്പെട്ടവരെ, 6 മാസം ഓപ്പറേഷൻ ചെയ്യാനും ചെയ്തതിന് ശേഷം ആംബുലൻസിൽ മംഗലാപുരത്ത് നിന്ന് വരണം, 6 മാസം വീട്ടിൽ കിടക്കണം, ഇതൊക്കെ പറഞ്ഞിരുന്നതാണ്. കർത്താവ് ഇതൊന്നും ഇല്ലാതെ കർത്താവ് തൻ്റെ വചനം അയച്ച് അവരെ സുഖപ്പെടുത്തി. ഉറക്കെ വിളിക്കാം, ഈശോയേ. അത്ഭുതങ്ങളും എഴുന്നേറ്റ് നിൽക്കാം. ഇടതുകരം നെഞ്ചോട് ചേർത്ത് വെച്ച് വലതുകരം അച്ചിട്ട് നേരെ നീട്ടി 21